നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ത്രീ ഓഫ് സോഡ്സ് എനർജിയാണ്. അവരുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, അവരൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ലൈഫിനെ മറ്റൊരു രീതിയിലോട്ട് മാറ്റുന്ന അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഇതൊരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷനായിട്ടാണ് കാണുന്നത്, ഒരു തീരുമാനമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ഉറച്ചതാണ്, അവര് സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു ഡിസിഷനെ കാണുന്നത്. ഒരു ചേഞ്ച് ഇല്ലാത്ത, അതായത് ഒരു മാറ്റം വരുത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനത്തിലോട്ട് അവര് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 5 ഓഫ് സോഡ്സ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കമോ സംസാരമോ ഉണ്ടായിട്ടുണ്ടാവാട്ടോ. ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനിൽ ഉള്ള ഇഷ്യൂസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ ഒരു വഴക്കോ പ്രശ്നമൊക്കെ നടന്ന് മാറി നിൽക്കുന്ന എനർജി ആണെങ്കിൽ ഇവിടെ ആ ഒരു വഴക്കിന് പുറത്ത് ആ വഴക്കിന് ശേഷം അവരൊരു ഡിസിഷനിലോട്ട് എത്തുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ അവരുടെ മനസ്സിൽ അത്രയും സ്നേഹവും ഫീലിങ്സും അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വഴക്ക് നടന്ന് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷനിലോട്ട് അവരെത്തിയിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ റിലേഷൻ വിട്ടുപോവില്ല എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും ഇവരെടുത്തിട്ടുണ്ടാവുക. കാരണം അങ്ങനെ ഒരു എനർജിയെ കാണിക്കുന്ന, കാരണം അത്രയും ഒരു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് ഇപ്പം ഉണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് ആയിരിക്കാം. അപ്പോൾ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ അവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് സോഡ്സ് എനർജിയാണ്. മാനസികമായിട്ട് ഒരുപാട് സംഘർഷം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കേട്ടോ. കാരണം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സെപ്പറേഷൻ അവർക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിട്ടുണ്ട്. അവർക്ക് ഈ ഒരു സെപ്പറേഷൻ മറികടന്നേ പറ്റൂ എന്നുള്ള ഒരു ലെവലിലോട്ട് അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല. എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവര് ഫോക്കസ് ചെയ്യുന്ന കരിയർ ആയിക്കോട്ടെ, ഫാമിലി കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യത്തിൽ അവർക്ക് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം നിങ്ങളാണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ, നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ അവര് സ്റ്റെക്കായി പോകുന്നു. മാനസികമായിട്ട് ഒരുപാട് സംഘർഷം അനുഭവിക്കുന്നു. ആ രീതിയിലുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അവരുടെ മനസ്സിൽ എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എത്രമാത്രം ഉണ്ടായിരുന്നു, അവരെ എത്രമാത്രം കണക്റ്റഡ് ആയിരുന്നു നിങ്ങളുമായിട്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഓക്കെ, അത് മാത്രമല്ല ഈ വഴക്കിടുന്ന സമയത്ത് അവർ അത്ര ആലോചിക്കുന്നില്ല. ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം, അതിനനുസരിച്ചാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സെപ്പറേഷൻ അവരെ ഭയങ്കരമായിട്ട് തകർക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. പക്ഷെ അവരുടെ മനസ്സിൽ നടക്കുന്ന ഈ ഒരു ഇഷ്യൂസ് ഒന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ള കേട്ടോ. ചിലപ്പോ നിങ്ങൾ ഇവരെ ഈ ഒരു സെപ്പറേഷൻ ശേഷം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഇവരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ
ഇവരുടെ മുഖത്തുനിന്നോ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇവർ ഒരു കോൺഫിഡന്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, അങ്ങനെ മാറി നിന്നെന്ന് കരുതി എനിക്കൊരു ഇഷ്യൂ ഇല്ല, ഞാൻ മിസ് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പക്ഷെ അതെല്ലാം ഹൈഡിങ് എനർജിയാണ്. അവരുടെ ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്യാണ്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജി അതെല്ലാം അവര് ഒളിപ്പിച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ ഡബിൾ എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു റിലേഷൻ ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സൺ ഈ റിലേഷൻ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ഒരു എന്താ പറയാ കണ്ണേറ് എന്നൊക്കെ പറയല്ലോ, ഒരു ഈവിൾ ആയി നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പം അത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലും നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പം എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇന്റൻഷനോട് കൂടി ചെയ്യുന്നതല്ല, അറിയാതെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വരുമ്പോൾ ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിലും അറിയാതെ പോലും ഒരു ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത്, നിങ്ങൾ തമ്മിൽ പിണങ്ങുന്നത് ഒക്കെ അതിന്റെ ബേസിസിൽ കൂടിയാണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ അധികം ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങൾ തമ്മിൽ എത്രമാത്രം കണക്റ്റഡ് ആയിരുന്നു, എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് എത്രമാത്രം ഉണ്ട്, എത്ര കണക്റ്റഡ് ആണ് നിങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് എനർജിയാണ്. അവരുടെ ലൈഫിൽ അവർക്ക് ഒരു സന്തോഷം ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവാം, നിങ്ങളുടെ പേഴ്സൺ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പോ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചുറ്റിനും സന്തോഷമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം, സന്തോഷിക്കാനുള്ള ഒരു നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ്സിലൊന്നും പങ്കുചേരാൻ പറ്റാതെ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു കാര്യത്തിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളില്ലാത്തതിന്റെ ആ ഒരു ആബ്സെൻസ് അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ പേഴ്സൺ തിരികെ വരും, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളെ പേഴ്സണെ പ്രതീക്ഷിക്കുക, നിങ്ങൾ അവരെ ചേസ് ചെയ്യാതിരിക്കുക കേട്ടോ. ചേസ് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്നൊരു അകൽച്ച വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു മിസ്സിങ് എനർജിയിൽ നിന്ന് അവർ മാറും. നിങ്ങൾ ബാക്കിലുണ്ട്, നിങ്ങൾ പിറകെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ക്ലൂസിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഇന്നുകൂടി നിങ്ങൾ ക്ഷമിക്കൂ, ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഫെബ്രുവരി, അവിട്ടം, ലെറ്റർ വൈ, ജൂലൈ, അശ്വതി, മകം, ഉത്രം, ചിത്തിര, മകീര്യം, ലെറ്റർ യു, ലെറ്റർ എൻ, ലെറ്റർ ബി, ചോതി, 1989, ലെറ്റർ ഡബ്ല്യു, ആയില്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.